ഫെൻസ് ആൻഡ് കോക്കനട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഫെൻസ് ആൻഡ് കോക്കനട്രിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തെങ്ങ് കയറുന്ന മെഷീൻ്റെ റോപ്പ് നമുക്ക് മാറ്റിയിടാം. ഈ റോപ്പ് പതുക്കെ ചിലത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ നാൾ തെങ്ങിലൊക്കെ കയറി കഴിയുമ്പോഴത്തേന് ആ തെങ്ങിൻ്റെ റോപ്പ് പൊട്ടിത്തുടങ്ങും. അതുകൊണ്ട് ഇതുണ്ട് ഇവിടെ ചെറിയ പൊട്ടലൊക്കെ വീണേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം പൊട്ടൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ ഈ തെങ്ങ് കയറുന്ന മെഷീൻ്റെ റോപ്പ് വാങ്ങി അത് മാറിയിടേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് നിലത്ത് നിന്ന് ചെയ്യുന്നൊരു ജോലിയല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ മുകളിൽ കയറുന്നതുകൊണ്ട് നമ്മൾ വളരെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റോപ്പ് മാറിയിടണം. റോപ്പ് മേടിച്ചിട്ടുണ്ട്. ഈ 2 സെറ്റ് റോപ്പാണ് നമുക്ക് കിട്ടുന്നത്. 2 മെഷീനാണ് തെങ്ങ് കയറുന്ന മെഷീൻ, അറിയാമല്ലോ. ഒന്നിൻ്റെ കൈക്ക് നീളം കൂടുതലായിരിക്കും, മറ്റേതിൻ്റെ കൈക്ക് നീളം കുറവായിരിക്കും. അപ്പം ഈ 2 മെഷീനും ഇടുന്ന റോപ്പ് പക്ഷേ സെയിം ആണ്, അതിന് വ്യത്യാസമില്ല. അപ്പോൾ ഈ റോപ്പ് നമുക്ക് മാറിയിടാം. ഈ റോപ്പിന് ഏതാണ്ട് ഇപ്പോൾ 1000 രൂപ വിലയായിട്ടുണ്ട് ഈ 2 സെറ്റ് റോപ്പിന്. അപ്പോൾ ഇത്രയും വില കൊടുത്തിടുന്നതിൻ്റെ കാരണം നമ്മൾ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ റോപ്പ് മാറിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ റോപ്പ് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഈ പഴയ റോപ്പ് അഴിച്ചു മാറ്റണം. അതിനിവിടെ നട്ട് ബോൾട്ടുകളുണ്ട്, ആ നട്ടാണ് നമുക്ക് അഴിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഒന്നെങ്കിൽ വേണ്ടത് 10-11ൻ്റെ ഒരു സ്പാനർ വേണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു T പോലത്തെ 10-11ൻ്റെ ഒരു സ്പാനർ വേണം. ഇത് T നമുക്ക് ഇതിനകത്ത് ചേരത്തില്ല, അതുകൊണ്ട് നമുക്ക് സ്പാനർ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ 10ൻ്റെ ഭാഗമാണ്, സ്പാനറിൻ്റെ 10ൻ്റെ ഭാഗമാണ് ഇതിനു വേണ്ടി നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്കിത് അഴിച്ചു മാറ്റാം. കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഇത് ചെറിയ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഇച്ചിരി പാടാണ് അഴിയാൻ. ഇത് നമുക്ക് നോക്കാം അഴിച്ചു. അപ്പോൾ നട്ടയച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കമ്പി താഴോട്ട് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. ഇതുകൂടി ഒരു കമ്പിയിലും നട്ടയിലും ബോൾട്ടയിലുമാണ് ഇത് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നട്ടഴിക്കാൻ. നട്ടുകളെല്ലാം നമ്മൾ അഴിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് കൈനീളം കൂടിയ മെഷീൻ്റെ നട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അത് നമ്മൾ കൈനീളം കൂടിയ മെഷീൻ്റെയും 10 mm നട്ട് കൊണ്ടാണ് നമ്മൾ സ്പാനർ കൊണ്ടാണ് നമ്മൾ നട്ട് അഴിക്കുന്നത്. അത് നമുക്ക് അഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്മൾ എല്ലാം അഴിച്ചു, നമുക്ക് അഴിച്ചു മാറ്റാം. ഓക്കെ, അതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റി. അതുപോലെ തന്നെ മുമ്പത്തെ ഈ കമ്പി ജസ്റ്റ് നമ്മൾ താഴത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മെഷീൻ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പുതിയ മെഷീൻ്റെ പുതിയ റോപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ റോപ്പിൻ്റെ ഈ ഭാഗമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മെഷീൻ തിരിച്ചു വെക്കാം. മെഷീൻ തിരിച്ചു വെച്ചു. എന്നിട്ട് നമുക്ക് ഈ മെഷീൻ്റെ ഇങ്ങനെ വരണം വൈപ്പാളം. അത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഇങ്ങനെ തിരിച്ചു വെക്കാം. ഈ മെഷീൻ്റെ നീളം, ഈ റോപ്പിൻ്റെ ഈ റബ്ബർ പോലത്തെ ഭാഗത്തിൻ്റെ നീളം കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതി വേണം മെഷീൻ്റെ അത് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരളവിൽ വെച്ചതിന് ശേഷം പുതിയ നട്ടും ബോൾട്ടും നമ്മൾ എടുക്കണം. പുതിയ നട്ട് ബോൾട്ട് നമുക്ക് ഈ നട്ട് ഊരിയെടുക്കാം. നട്ട് ഊരിയെടുത്തതിന് ശേഷം ആ ക്ലാമ്പ് നമ്മളിങ്ങനെ എടുക്കുന്നു. ക്ലാമ്പ് എടുത്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സെൻറ്ററായിട്ട് ഇത് ഫേസ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഈ ക്ലാമ്പ് ഇങ്ങനെ കയറ്റി വിടും. ഇങ്ങനെ കയറ്റി വിടും. മറ്റേ ക്ലാമ്പും കൂടെ, രണ്ടാമത്തെ ക്ലാമ്പ് കൊടുത്ത് മെഷീൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കയറ്റി വിടും. വളരെ സിമ്പിളാണിത്. സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അഴിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം മെഷീൻ തിരിച്ചു വെക്കുക. മെഷീൻ തിരിച്ചു വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ലാമ്പിന് ഒരു അല്പം നീളം കൂടുതലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നട്ടിട്ട് മുറുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ ടൈറ്റായിട്ട് താഴോട്ട് ഇറങ്ങും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങെ കൂട്ടി ഈ റോപ്പ് നമുക്ക് ഈ ഹോളിക്കോടെ വേണം കയറ്റി വിടാൻ. അപ്പം ഈ ഹോളിക്കോടെ കയറ്റി വിടുമ്പോൾ ഈ കമ്പി ഇങ്ങനെ, അതായത് ഈ ക്ലാമ്പിൻ്റെ കമ്പി ഇങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തടസ്സമാണ് ഇത് കയറ്റി വിടാൻ. അതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ക്ലാമ്പ് എന്ത് ചെയ്യാം, കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് എന്തുമാത്രം നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ നട്ടുകളെല്ലാം വന്നിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തുമാത്രം നീളത്തിലാണ് ആ നട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് വരേണ്ടതെന്ന്. നട്ടുകളും പോട്ടെ, ഈ ക്ലാമ്പ് കട്ട് ചെയ്ത് വരേണ്ടത് എന്തായാലും നീളത്തിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഈ നട്ടുകളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ പിടികിട്ടി നമുക്ക് എന്തേരം വെച്ചാണ് ആ നട്ടുകൾ കട്ട് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്യേണ്ട ഭാഗം വെച്ച് നമുക്കൊരു ചെറിയ മാർക്ക് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പോകാം. ലേബൽ ഒട്ടിച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതൊക്കെ സ്ക്രൂ അയച്ചിട്ട് ശരി, നമുക്കപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗം വെച്ച് ഇത് കട്ട് ചെയ്ത് കളയാം. ഈ ക്ലാമ്പിൻ്റെ ഭാഗം ഞാൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ടർ മെഷീൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. ഞാൻ എന്തായാലും ആക്സോ ബ്ലേഡ് വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ 4 ക്ലാമ്പും നീളം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ മെഷീൻ നമ്മൾ കയറ്റി ഇനി നമുക്ക് നട്ടിട്ട് കൊടുക്കാം. പഴയ മെഷീൻ്റെ റോപ്പ് 10 ആയിരുന്നു. 10ൻ്റെ സ്പാനർ കൊണ്ടാണ് നമ്മൾ അയച്ചത്. പുതിയ മെഷീൻ്റെ പുതിയ റോപ്പ് വന്നേക്കുന്നതിൻ്റെ നട്ട് 11 ആണ്. അതുകൊണ്ട് 11 വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരല്പം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മെഷീൻ ഒന്ന് കുറച്ചുകൂടെ നേരെ വെക്കണം. എങ്കിലേ കറക്റ്റ് ലെവൽ ചെയ്ത് നമുക്കത് മുറുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നേരെ വെച്ചിട്ടൊന്നും ചെയ്യാം. നമുക്കത് നേരെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് മുറുക്കുന്ന 2ൻ്റെയും ഒരേപോലെ തന്നെ മുറുക്കി വിടുന്നതായിരിക്കും നല്ലത്. ഒരു ക്ലാമ്പിൻ്റെ 2 വശവും ഒരേ സമയം തന്നെ മുറുക്കി വിടും. അങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. ഇപ്പോൾ മാക്സിമം അത് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ നോക്കേണ്ടത് മുറിച്ച് കളഞ്ഞ ഭാഗത്തുനിന്ന് വീണ്ടും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് വെക്കണം. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പം ഇത് കണ്ടോ, നമ്മൾ ഈ മെഷീൻ ഇങ്ങനെ റോപ്പ് ഇങ്ങനെ കയറ്റി നമ്മൾ ഇതുവഴി ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടത്തെ കയറി ഇങ്ങനെ ലോക്ക് ആകാതിരിക്കണം, ഇവിടെ കയറി ഇങ്ങനെ അറിയാതിരിക്കാനായിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കട്ടർ മെഷീൻ വല്ലതും കട്ട് ചെയ്ത് കളയാം.
ഓക്കെ, അതുപോലെ തന്നെ ഇതും പുറത്തോടെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരേപോലെ വരാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മെഷീൻ്റെ റോപ്പ് പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പി ഇവിടുന്ന് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കറക്റ്റ് റൂട്ടിൽ കൂടെ ഓടാതെ വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ ആയി പോകാതിരിക്കാനായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കട്ട് ചെയ്തതാണ് നമുക്ക് കളയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ മെഷീൻ്റെയും നമുക്ക് സെറ്റ് ചെയ്യാം. മറ്റേ റോപ്പ് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ 2 മെഷീൻ്റെ റോപ്പ് നമ്മൾ മാറി. പഴയ റോപ്പ് നമ്മൾ ഇപ്പുറത്ത് മാറ്റി ഊരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കേബിൾ പൊട്ടിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പം ഇങ്ങനെ ചെയ്തു. ഇനി 1-2 തവണ 1-2 തെങ്ങുകളിൽ കയറുമ്പോഴത്തേന് ഇതിൻ്റെ റോപ്പ് നല്ല ഫ്ലുവൻ്റ് ആവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ക്ലാമ്പിൻ്റെ കമ്പി കുറച്ച് കട്ട് ചെയ്ത് കളയണം. 2-ലുണ്ട്. അത് നമുക്ക് പിന്നീട് കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. മെഷീൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി. അത് റോപ്പ് പിടിപ്പിക്കുന്നതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. ശരി, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ഫ്രണ്ട്സ് ആൻഡ് കോഗ്നിറ്ററി എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂടാം. അതുവരെ ഗുഡ് ബൈ.